സാർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ മേനോൻ. മേജർ സാർ എന്താ ഈ തോട്ടം നനയ്ക്കുന്നത്? ഇവിടെ ജോലിക്കാരും ഇല്ലേ? എനിക്കും എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ മിസ്റ്റർ മേനോൻ? ശേഖര, എന്തോ? വരണം മിസ്റ്റർ മേനോൻ. മേജർ സാർ ദിവസവും ഒരു റോസാപ്പൂ ഭാര്യയുടെ ഫോട്ടോന്റെ മുമ്പിൽ വെക്കും അല്ലേ? ആ, മേജർ സാറിന്റെ ഭാര്യ സുഹൃതം ചെയ്തവരാ. പാവമാ, നല്ല സ്ത്രീ. ഇത്ര വേഗം മരിക്കാൻ പാടില്ലായിരുന്നു. എനിക്കുണ്ടല്ലോ ഒരു. വീണ്ടും തുടങ്ങിയോ വഴക്ക്? അതല്ല സാർ, ഇന്നലെ അവളൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. പട്ടി വീട്ടിൽ നല്ല കാവൽക്കാരനാണ്. അതിനെന്തല്ലേ സാർ പട്ടി? അവളുണ്ടല്ലോ, അതുപോലെ. പട്ടിയെ വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇരിക്കൂ. ഒരു പ്രയോജനമില്ല. നേരത്തെ ഭാര്യ മാത്രമാണ് കുരച്ചിരുന്നത്. ഇപ്പൊ പട്ടി വന്നതിന് ശേഷം ഭാര്യയും പട്ടിയും കൂടെ കിടന്ന് കുരച്ചു വീട് നശിപ്പിച്ചു. ഒരു ഉപകാരം ഉണ്ടായി. ആ, എന്താണ്? പട്ടി കയറി ഭാര്യയെ ഒരു കടി കൊടുത്തു. ഇപ്പൊ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. പട്ടിയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കുമാർ, നമ്മൾ വിട്ടുപിരിയാനാവാത്ത വിധം വളരെ അടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയമാവുന്നു. നമ്മൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഒരു തോന്നൽ. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരസ്പരം ഒന്നായി തീർന്നു. ചേട്ടൻ അറിഞ്ഞാൽ? ചേട്ടനെ ഗീതയ്ക്ക് അത്ര പേടിയാണോ? ചേട്ടൻ എന്റെ എല്ലാമാണ്. ചേട്ടനല്ലാതെ എനിക്ക് മറ്റാരുമില്ല കുമാർ. ഗീതയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. നീ ധൈര്യമായിരിക്കും ഗീതേ. കടിയിലിരുന്ന് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ വിവാഹത്തെ കുറിച്ച് ഞാൻ അച്ഛനോട്ട് സംസാരിക്കാം. നീ ഇങ്ങനെ ഭയപ്പെട്ടാലോ?